നമസ്കാരം. നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് പ്രായമായവരിൽ, അതായത് നല്ല പ്രായമായ നമ്മുടെ അച്ഛനമ്മമാർ വീഴുകയോ അവരുടെ ഇടുപ്പല്ല്, മുട്ടല്ല് അല്ലെങ്കിൽ കൈയൊക്കെ ഒടിയുമ്പം അവർക്ക് സർജറിയുടെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതിനെപ്പറ്റി നമുക്ക് ഇന്നത്തെ നമ്മുടെ പൾസിൽ നമ്മളോടൊപ്പമുള്ള കോന്നി ബിലീവേഴ്സ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ മുകുൽ ചന്ദ്രനോട് ചോദിക്കാം. നമസ്കാരം. പറഞ്ഞത് വളരെ ശരിയാണ്. നമുക്ക് കാഷ്വാലിറ്റിയിലാണ് കൂടുതലും ഈ പ്രായമുള്ള അച്ഛനമ്മമാർ വീണിട്ട് ഇടുപ്പല്ല് പൊട്ടുകയും കയ്യെല്ല് പൊട്ടിയിട്ടൊക്കെ കൊണ്ടുവരുന്നത്. ആ സമയത്ത് കൂടുള്ളവർക്കും ആക്ച്വലി പേഷ്യൻറ്റിനും ഒക്കെ വളരെയധികം സംശയങ്ങളാണ്. ഇനി ഈ ഒരു പ്രായത്തിൽ, അതായത് 90-95 വയസ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഈ ഒരു പ്രായത്തിൽ ഇനി ഓപ്പറേഷൻ ചെയ്യണോ, ചെയ്തു കഴിഞ്ഞാൽ പേഷ്യൻ്റെ കണ്ടീഷൻ വളരെ മോശമാവാൻ സാധ്യതയുണ്ടോ, ഇനി ഇതിൻ്റെ ഔട്ട്കം എന്താണെന്നൊക്കെ വളരെയധികം ഡൗട്ടാണ് എല്ലാവർക്കും. ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിലും നമ്മളെ ജനറലായിട്ടുള്ളൊരു സ്റ്റഡീസിലുമൊക്കെ കാണുന്നത് ഈ ഇടുപ്പല്ല് പൊട്ടി വരുന്ന അച്ഛനമ്മമാർ ഇവർക്കൊക്കെ സർജറി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വളരെയധികം ഇമ്പ്രൂവ്മെൻ്റാണ്. നല്ല ഇമ്പ്രൂവ്മെൻറ്റ്. ഇവരെ അടുത്ത ദിവസം തന്നെ നമ്മൾ എണീപ്പിച്ചിരുത്താനും അവരെ മൊബിലൈസ് ചെയ്യിക്കാനൊക്കെ സാധിക്കും. നടക്കുന്നത് കുറച്ച് 1-2 ആഴ്ച ചിലപ്പോൾ സമയം എടുത്തെന്നിരിക്കും. പക്ഷേ ഈ പറയുന്ന പോലെ കിടന്നു പോയി കഴിഞ്ഞാൽ, നമ്മൾ ഈ സർജറി ചെയ്യാതെ പേഷ്യൻ്റ് കിടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒന്ന് ന്യൂമോണിയ, ലങ്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ന്യൂമോണിയ, യൂറിനറി ഇൻഫെക്ഷൻസ്, പുറം പൊട്ടി അവിടെ നിന്ന് ശലം വരാനൊക്കെ സാധ്യതകളുണ്ട്. കാലിൽ രക്തം ക്ലോട്ടായി DVT എന്ന് പറഞ്ഞൊരു പ്രശ്നം അതുണ്ടായി ഹാർട്ടിൽ പോയി അത് അറ്റാക്ക് ഉണ്ടാക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ഇതിങ്ങനെ സംഭവിക്കുന്നത് ഇവർക്ക് വളരെയധികം ഒരു ദുസ്സഹവും കൂടെ നിൽക്കുന്നവർക്കും ബൈസ്റ്റാൻഡേഴ്സിനും പേഷ്യൻസിനും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു സാഹചര്യമാണ്. അതേസമയം നമ്മൾ ഇവരെ സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ വളരെ ബ്ലഡ് ലോസ് കുറവുള്ള സർജറീസാണ്. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന സർജറീസാണ്. ഇപ്പം കാലിൽ കൂടെ PFN, അതായത് നെയിലിംഗ് എന്ന് പറയും, ഫിമറൽ നെയിലിംഗ്, ഇൻട്രോട്രോക്കാൻട്രിക് ഫ്രാക്ചർ എന്ന് പറയുന്നത് ഇടുപ്പല്ലിൻ്റെ ജോയിൻറ്റിൻ്റെ അടുത്തുണ്ടാകുന്നൊരു ഫ്രാക്ചർ. ഇതാണ് കൂടുതലും കാണുന്നത്. ഈ ഫ്രാക്ചറിനൊക്കെ ചെറിയൊരു ഹോളിലൂടെ നമ്മൾ ഈ നെയിലകത്ത് കയറ്റുന്നു, അധികം ബ്ലഡ് ലോസ് ഒന്നുമില്ല. പേഷ്യൻ്റ് എന്നിട്ട് അത് സ്ക്രൂ ചെയ്ത് മുറുക്കുന്നു. അടുത്ത ദിവസം നമുക്ക് പേഷ്യൻറ്റിനെ എണീപ്പിച്ചിരുത്താം. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് വാക്കറിൽ പേഷ്യൻ്റ് പയ്യെ നടന്നു തുടങ്ങും. അതേസമയം ചിലർക്ക് ഇടുപ്പ് മൊത്തത്തിൽ മാറ്റേണ്ടി വരുന്നുണ്ട്. ഈ ആർത്രോപ്ലാസ്റ്റി എന്ന് പറയും, അതായത് ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് ചെയ്യപ്പെടുന്ന പേഷ്യൻസ് ഉണ്ട്. ഇവരിൽ അടുത്ത ദിവസം തന്നെ പേഷ്യൻ്റ് നടന്നു തുടങ്ങുകയാണ്. വെരി നെക്സ്റ്റ് ഡേ, അതായത് പേഷ്യൻ്റ് നെക്സ്റ്റ് ഡേ തന്നെ അത് ചെയ്ത് വൈകിട്ട് നമുക്ക് ഇരുത്തുകയും തൊട്ടടുത്ത ദിവസം പേഷ്യൻ്റ് നടത്തുകയും ചെയ്യാം. 2-3 ദിവസം ആകുമ്പോൾ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആവുകയും ചെയ്യും. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ലൈഫിലുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഒക്കെ നമുക്ക് ഈ ഒരു സർജറിയിൽ നിന്നും മാറ്റാൻ സാധിക്കും. പ്രത്യേകിച്ച് പെയിന്, ബ്ലഡ് ലോസ് ഇതെല്ലാം കുറയുകയും ചെയ്യും. അപ്പം യൂഷ്വലി എൻ്റെ അഭിപ്രായത്തിൽ ഈ ഇങ്ങനെ വരുന്ന പേഷ്യൻസിനെ സർജറി അണ്ടർഗോ ചെയ്ത് അവർ നല്ല രീതിയിൽ അവർക്കൊരു ഔട്ട്കം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, അത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നും അത് തന്നെയാണ് നമ്മൾ കാണുന്നിരിക്കുന്നത്. എത്ര ഏജ്, നമ്മൾ 101 ഏജിന് വരെ സർജറി ചെയ്തിട്ടുണ്ട്. പേഷ്യൻറ്റ് ഇസ് വെരി ഹാപ്പി, നന്നായി പേഷ്യൻ്റ് ഇരിക്കുന്നുണ്ട്, അവർ മറ്റ് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാകുന്നുണ്ട്. ഇതൊക്കെ നല്ലൊരു റിസൾട്ടാണ് സർജറിയിൽ നിന്നും ഓൾഡ് ഏജിൽ ഉണ്ടാകുന്നത്. സർ, ഇപ്പം എല്ലാവരും മെയിൻലി പറയുന്ന കൺസേൺ എന്ന് പറയുന്നത് അവർ ഇത് കഴിഞ്ഞിട്ട് പ്രായമായവർക്ക് സർജറി ചെയ്താൽ അതിനുശേഷം അവർ ഫേസ് ചെയ്യുന്ന കോംപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ അവർക്ക് ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, അതാണ് എല്ലാവരുടെയും ഒരു കൺസേൺ. അതുകൊണ്ടാണല്ലോ എല്ലാവരും നോ പറയുന്നത്. ശരിക്കും എന്താണ് സാറിന് അതിനെപ്പറ്റി പറയാനുള്ളത്? ഡെഫിനറ്റ്ലി അവർക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഒരു സർട്ടൺ ഏജിന് ശേഷം എപ്പോഴും അനസ്തേഷ്യ കൊടുക്കുമ്പോഴുള്ള കോംപ്ലിക്കേഷൻസ്, സർജറിയുടെ സമയത്തുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, സർജറിക്ക് ശേഷം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, ഇതെല്ലാം സംഭവിക്കാവുന്നതാണ്. പക്ഷേ ഈ കോംപ്ലിക്കേഷൻസ് നമ്മളെപ്പോഴും ഒരു റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ എടുത്ത് നോക്കുമല്ലോ. അതായത് കോംപ്ലിക്കേഷൻസിനെക്കാട്ടി കൂടുതൽ ബെനിഫിറ്റ്സ് ആയിരിക്കും ഇവർക്കുണ്ടാവുക. നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് അതിപ്പോൾ ആർക്ക് വേണമെങ്കിലും ആ ഒരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം. പ്രഷർ പെട്ടെന്ന് താഴ്ന്നു പോവുക, കാർഡിയാക് അറസ്റ്റ്, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവാം. പക്ഷേ ഇത് അങ്ങനെ എല്ലാവർക്കും നിർബന്ധമായി ഉണ്ടാവണമെന്നുള്ള കാര്യങ്ങളൊന്നുമില്ല, വളരെ റെയറായിട്ടുണ്ടാവും. പിന്നീട് സർജറിയുടെ സമയത്ത് ബ്ലഡ് ലോസ് പോലുള്ള കാര്യങ്ങൾ, ബ്ലഡ് കൂടുതലായിട്ട് പോകാതിരിക്കാൻ, ഇതിനൊക്കെ ആയിട്ട് നമ്മൾ മിനിമലി ഇൻവേസീവ് സർജറീസ് ആയിരിക്കും കൂടുതലും ഈ ഓൾഡ് ഏജ് പേഷ്യൻസ് ചെയ്യുക. അതായത് ഒരുപാട് ഓപ്പൺ ചെയ്യാതെ കഴിയുന്നതും ചെറിയ ഇൻസിഷൻസ് ഒക്കെ ഇട്ട് പറ്റുന്ന രീതിയിലാണ് ചെയ്യുക. പിന്നീട് ഉണ്ടാകുന്നത് സർജറിക്ക് ശേഷം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്. ഇത് പേഷ്യൻറ്റിന് പെട്ടെന്ന് ആളെ തിരിച്ചറിയാൻ പറ്റാതെ വരിക, ICU സൈക്കോസിസ് എന്നൊക്കെ പറയും. പിന്നീട് അവരുടെ ഇലക്ട്രോലൈറ്റ്, സോഡിയം പൊട്ടാസ്യം കുറഞ്ഞു പോകുക. ഇതൊക്കെ മെഡിസിൻ സൈഡിൽ നിന്നും ഒരു സൈക്കാട്രിക് ഇവാലുവേഷനിൽ നിന്നൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുശേഷം പേഷ്യൻ്റ് ഒരു 2 days കഴിയുമ്പോഴത്തേക്ക് തന്നെ കംപ്ലീറ്റ് റിക്കവറിയിലോട്ട് പോകുന്നതായിരിക്കും.
കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതിപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ മെഡിക്കൽ സയൻസിന് ഇതൊക്കെ മാനേജ് ചെയ്യാനുള്ള കഴിവും അതിനുള്ള അഡ്വാൻസ്മെൻറ്റും ആയി കഴിഞ്ഞിട്ടുണ്ട്. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പ്രായമായ പേഷ്യൻസ് അച്ഛനമ്മമാർ അവർ വീണ് വരുമ്പോൾ ഫ്രാക്ചറായി വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഓസ്റ്റിയോപോറോസിസ്, അതായത് എല്ലിൻ്റെ ബലം ക്ഷയിക്കുക. എല്ലിൻ്റെ ബലം ക്ഷയിച്ചിട്ടുണ്ടാകുന്ന ഒരു കണ്ടീഷൻ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയും. അപ്പം ഇത് നമ്മൾ സർജറിക്ക് ശേഷം, ഇപ്പം അവർക്ക് ഫ്രാക്ചറായി, ആ ഫ്രാക്ചറിൻ്റെ സർജറിക്ക് ശേഷം ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ചിലപ്പോൾ കാണാറുണ്ട്, ആദ്യം ഒരു കാല് ഫ്രാക്ചറായി, ഒരു വർഷം 2 വർഷം കഴിയുമ്പോൾ അടുത്ത സൈഡും വീണ് അപ്പുറത്തെ സൈഡും ഫ്രാക്ചറായി. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ ഓസ്റ്റിയോപോറോസിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇങ്ങനെ ഈ ബലക്ഷയം കുറയ്ക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ ഇപ്പം അവൈലബിൾ ആണ്. ഈ മെഡിസിൻസ് എടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട്, അതായത് ഒരു ഫ്രാക്ചർ ഉണ്ടായ ആൾക്ക്, ഒരു ഹിപ്പ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റെ ലൈഫിൽ നിന്ന് 5 ഇയേഴ്സ് കുറയുകയാണ്. അപ്പം പിന്നീട് അടുത്ത ഫ്രാക്ചർ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു കണ്ടീഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതായത് അടുത്ത ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു സർജറി, വീണ്ടും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ, അത് പേഷ്യൻറ്റിനെ കാര്യമായി ബാധിക്കാം. അപ്പം ഈ ഒരു ഫ്രാക്ചർ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ ഈ ഓസ്റ്റിയോപോറോസിസ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് പേഷ്യൻസിന് സ്റ്റാർട്ട് ചെയ്യുക. ഇത് പലപ്പോഴും ഇത് നമ്മളിവിടെ ചെയ്ത് കാണുന്നില്ല, പക്ഷേ ചെയ്തിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് അത് വളരെയധികം ബെനിഫിറ്റ് ചെയ്യും. പ്രായമായവരിൽ സംഭവിക്കാവുന്ന ഫ്രാക്ചേഴ്സ്, അത് സർജറി ചെയ്യണോ, അങ്ങനെയുള്ള ഡൗട്ട്സിനെ പറ്റി വിശദമായിട്ട് നമുക്കൊരു ഉത്തരം നൽകിയ ഡോക്ടർ മുകിലിനോട് താങ്ക് യു സർ.